ഹലോ, എന്തൊക്കെയുണ്ട് ഗൈസേ? സുഖന്നെ? എടാ ഞാൻ സ്ഥലത്ത് കേട്ടോ. അപ്പൊ ഞാൻ റെഡി ആവാണേ. റെഡി ആവണ കൂട്ടത്തില് നിങ്ങളോട് കുറച്ച് വർത്താനം പറയാന്ന് വിചാരിച്ച്. എടാ സംഭവം എന്താ വെച്ചാല്, കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ ഒരു ക്ലയന്റിന്റെ അടുത്ത് വർത്താനം പറയാണ് കേട്ടോ. അപ്പൊ വർത്താനം പറയാന്ന് പറഞ്ഞാൽ ഈ ഒരുമാതിരി നാറി ക്ലയന്റ് കിട്ടോ, വൃത്തികെട്ട ഒരു ക്ലയന്റ്. എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഈ നാറിക്ക് മനസ്സിലാവണില്ല കേട്ടോ. എടാ ക്ലയന്റ് ആയി പോയില്ലേ, അപ്പൊ എനിക്കൊന്നും തിരിച്ച് പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കണേ, ഈ നാറിയുടെ അടുത്ത് ഞാൻ ഇതന്നെയല്ലേ ഒരു 100 തവണ പറഞ്ഞോണ്ടിരിക്കണേ, ഇവനെന്താ മനസ്സിലാവാത്തേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ രോഷാകുലയായിട്ട് ഇരിക്കായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ എന്റെ അടുത്ത് പറയാണേ, ഇസിന്റ് ഇറ്റ് ബേബ്ന്ന്. ഐ മീൻ ബേബ്ന്ന്. അവനെ കുറ്റം പറയാൻ പറ്റുവാ? മധുരമായൊരു സ്വരമല്ലേ അവൻ കേൾക്കണത്. സ്വഭാവം ഒരു നാറിയുടെ ആണെങ്കിലും ഓന് നല്ലൊരു മനസ്സുണ്ട്. പക്ഷെ ഞാൻ കൃതങ്ക പുളകിതയായി പോയി. യുനോ, പ്രൊഫഷണലി പാടൂല, ബട്ട് സ്റ്റിൽ എന്നെ കുറ്റം പറയാൻ പറ്റോ? കുറ്റം പറയാൻ പറ്റൂല. കാരണം എന്താ, എന്റെ വീട്ടിൽ എന്നെ ആരും ബേബെന്ന് വിളിക്കുന്നില്ല. എനിക്കൊരു ഭർത്താവുണ്ട്, ഓനെന്നെ ഇതുവരെ ബേബെന്ന് വിളിച്ചിട്ടില്ല. യുനോ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാ ഗൈസേ, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ടോ വൈഫൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിട്ട് എന്ത് വിളിക്കണോ? ബേബ്, ബേബ് അങ്ങനെ വിളിക്കണം. അപ്പാണ് ഒരു സുഖം കിട്ടുവർക്ക്. എങ്കിൽ എന്താന്ന് വെച്ചാ, കണ്ടവന്മാരിങ്ങനെ വന്നിട്ട് ബേബ്, ഹണി, ലവ്ലി ഇങ്ങനെയൊക്കെ പറയണ സമയത്ത് നമ്മളിങ്ങനെ കൃതങ്ക പുളകിതരാകും. മനസ്സിലായില്ലേ? ടാഗ് ചെയ്യേ, നിങ്ങളുടെ എല്ലാ ബേബ്സിനെയും ടാഗ് ചെയ്യേ. നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ ഓക്കെ, പറഞ്ഞോടുത്ത ആശു. ആട് കരയുന്ന പോലെ ഉണ്ടത്. അപ്പൊ എങ്ങനെയാ വിളിക്കണ്ടേ? ബേബ്. സത്യം പറഞ്ഞാ ഇപ്പോഴും ഞാൻ ഓനെ സ്മരിക്കുന്നുണ്ട്. നമ്മള് റെഡി ആയി ഗൈസേ. അപ്പൊ അത്രയുള്ള ഗൈസേ, പോയിട്ട് വരാം. ബൈ.